ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഒരാഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ലേ. അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ പോയി, വയ്യായികയൊന്നും ഇല്ലല്ലോ. അതാണ്, എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലേ ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുള്ളൂ. മടി കാരണം ഞാൻ വീഡിയോ ചെയ്യാതിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ചുമ എൻ്റെ ലൈഫിലിപ്പോൾ വില്ലനായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചുമ. ആ ചുമ വീണ്ടും വന്നു. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഞാൻ. ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല, എന്നാലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആ മാസ്ക് ഞാൻ വീണ്ടും എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. പിന്നെ വേറെ എന്താ വിശേഷം? അപ്പം എനിക്ക് പറയാൻ ഇതൊക്കെ ഉള്ളൂ വിശേഷം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മുമ്പേ ചേച്ചി വന്ന സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ, അതൊന്നുമില്ല, നമ്മൾ പുറത്ത് പോയപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലി പാത്രം വലുതാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡ്ഡലി പാത്രം വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി, ഒരു ചെറിയ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതുണ്ട് ഗാലറിയിൽ. അപ്പോൾ ഞാൻ അത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് ആദ്യം വിചാരിച്ചാൽ പിന്നെ തോന്നി വന്ന് നിങ്ങളോട് കാര്യമൊന്ന് പറയും വേണമെന്ന്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആ വീഡിയോ വരും കേട്ടോ, കണ്ടോളൂ. അപ്പോൾ നമ്മുടെ പുതിയ ഇഡ്ഡലി പാത്രം എങ്ങനെയുണ്ടെന്നൊക്കെ. ഇഡ്ഡലി പാത്രം അൺബോക്സിങ്. പിന്നെന്താ, ഒന്നുമില്ല, അതൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഓരോ പുളിയുണ്ട്, അത് കുരു കുത്താൻ പറഞ്ഞു അമ്മ, എനിക്ക് പണി തന്നു. അപ്പോൾ അതിങ്ങനെ കുത്തിയും കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളോട് രണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ അപ്പോൾ എല്ലാവരും എൻ്റെ ചുമ മാറാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു വല്ലാത്ത സാധനമായി പോയി ചുമ എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം 2 തവണ ചുമ കൂടിയിട്ടാണ് ഞാൻ ICUലൊക്കെ ആയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഈ സാധനം വെക്കേണ്ടിയൊക്കെ വരുന്നത് അതുകൊണ്ട് ചുമ ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിൽക്കാനൊന്ന് പ്രാർത്ഥിക്കും കേട്ടോ, പെട്ടെന്ന് മാറട്ടെ. എന്നാലേ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഉഷാറായിട്ട് വരാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും തോന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലി പാത്രം കണ്ടോളൂ. അതുപോലെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ജയാൻറ്റി ഉണ്ട്, പിന്നെ സിന്ധു സതീഷ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്, പിന്നെ അനാമിക്കയോ അല്ല എനിക്ക് പേരുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കാണുന്നുണ്ട്, എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ ഓക്കെ ജാൻഡി, വിഷമിക്കണ്ട കേട്ടോ. കൃഷ്ണന് വേണ്ടിയുള്ള കാത്തിരിപ്പാന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു. കൃഷ്ണനൊക്കെ വരട്ടെ, പഠിച്ച് മിടുക്കനായിട്ട് വരട്ടെ. അപ്പം ശരി, നമുക്ക് ഇനിയും കാണാം, നാളെ കാണാം. ഓക്കെ, ഇഡ്ഡലി പാത്രം പോയി കണ്ടോളൂ. വീട്ടിലെ ഇഡ്ഡലി പാത്രം ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇഡ്ഡലി പാത്രം വാങ്ങിയിട്ടോ. ഇതിൽ കുഞ്ഞൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളൊരു തട്ടുണ്ട്. പിന്നെ 4 ഇഡ്ഡലി വീതം ഉണ്ടാക്കുന്ന 3 തട്ടാണ് ഈ പാത്രത്തിലുള്ളത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ചെറിയൊരു സെറ്റാണിത്. പക്ഷേ നല്ല അത്യാവശ്യം വെയിറ്റ് എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ഇല്ല, എന്നാൽ തീരെ കനം കുറഞ്ഞതുമല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പാത്രമാണ്, നമുക്ക് കഴുകാനും ഒക്കെ എളുപ്പമാണ്. മറ്റത് ഭയങ്കര വലുതായിരുന്നേ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഈ നേന്ത്രപ്പഴം വേവിക്കാനോ അല്ലെങ്കിൽ അട ഉണ്ടാക്കാനോ ഒക്കെ പറ്റും. അതിനുള്ള ഒരു പാത്രം സെപ്പറേറ്റായിട്ട് ആയി തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു പാത്രമായിട്ട്, പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, 2000-ൻ്റെ അടുത്തൊക്കെ റേറ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ പുതിയ ഇഡ്ഡലി പാത്രം.